നമസ്കാരം. പ്രസവത്തിലെ ഏറ്റവും തീവ്രമായ ഇന്റൻസ് ആയ ഒരു ഘട്ടമുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ഫലപ്രദമാക്കി മാറ്റാം, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഒരു ചോദ്യം വെച്ച് തുടങ്ങാം അല്ലേ? പ്രസവത്തിലെ ഏറ്റവും കൂടുതൽ വേദനയുള്ള സമയം, അത് തന്നെ ഏറ്റവും കൂടുതൽ പുരോഗതിയുള്ള സമയവുമായാലോ? ഈ ഒരു ചിന്താഗതി മതി നമ്മുടെ ഭയത്തെ ധൈര്യമാക്കി മാറ്റാൻ. പ്രസവവേദനയെ വെറുതെ സഹിക്കേണ്ട ഒന്നായി കാണാതെ അതൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കുക. 6 സെന്റിമീറ്റർ എന്താണ് ഈ നമ്പർ എന്നല്ലേ? ഇതാണ് ലേബറിന്റെ ഫാസ്റ്റ് ട്രാക്ക് തുടങ്ങുന്ന പോയിന്റ്. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് 4 സെന്റിമീറ്റർ ആവുമ്പോഴാണ് ലേബർ വേഗത്തിലാവുന്നത് എന്നായിരുന്നു. പക്ഷേ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഗർഭാശയമുഖം 6 സെന്റിമീറ്റർ വികസിക്കുമ്പോഴാണ് ശരിക്കും പ്രസവം വേഗത്തിലായി തുടങ്ങുന്നത് എന്നാണ്. ഇത് വെറുമൊരു വേദനയായി കാണരുത്, ഇതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഒരു പ്രോസസ്സിന്റെ മാനേജർ അത് നിങ്ങൾ തന്നെയാണ്. ഈ ഒരു ചിന്ത മനസ്സിലുറപ്പിക്കണം. നിങ്ങൾ ഈ വേദനയുടെ ഒരു ഇരയല്ല, മറിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഈ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ഈ ഒരു മനോഭാവം മതി നിങ്ങളുടെ അനുഭവത്തെ തന്നെ മാറ്റിമറിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ എന്തുകൊണ്ടാണ് ലേബറിന്റെ ഈ ആക്റ്റീവ് ഘട്ടത്തിൽ ഇത്രയധികം തീവ്രത അനുഭവപ്പെടുന്നത്? ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ആ ഭയം പകുതി കുറയും. നമ്മുടെ ശരീരം ചെയ്യുന്ന ആ ഒരു അത്ഭുതകരമായ ജോലിയെക്കുറിച്ച് നമുക്കൊന്ന് അടുത്തറിയാം. അപ്പോൾ ഇതാണ് യൂട്രൈൻ റിട്രാക്ഷൻ. സാധാരണ നമ്മുടെ പേശികൾ എങ്ങനെയാ? സങ്കോചിച്ച ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും അല്ലേ? പക്ഷെ ഗർഭപാത്രം അങ്ങനെയല്ല. ഓരോ തവണ സങ്കോചിച്ച ശേഷവും അതിന്റെ മുകൾ ഭാഗം ഒന്ന് ചുരുങ്ങി അതേ അവസ്ഥയിൽ തന്നെ നിൽക്കും. ഇത് 2 കാര്യങ്ങൾക്ക് സഹായിക്കും. 1, ഗർഭാശയമുഖം തുറന്നുവരാൻ. 2, കുഞ്ഞിനെ താഴേക്ക് തള്ളാൻ. അതായത് ഓരോ സങ്കോചവും ഒരു പടി മുന്നോട്ട് വെക്കുന്നത് പോലെയാണ്. ഈ എഞ്ചിന്റെ പവർ ഒന്ന് നോക്കിക്കേ. 10 മിനിറ്റിൽ 3 തവണ വരെ സങ്കോചങ്ങൾ വരാം. അതും 1 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ സങ്കോചങ്ങൾ. ഈ ഒരു വേഗതയിൽ ആദ്യമായി പ്രസവിക്കുന്ന ഒരാൾക്ക് പോലും മണിക്കൂറിൽ 1.5 സെന്റിമീറ്റർ വരെ ഗർഭാശയമുഖം വികസിക്കും. എന്തൊരു കാര്യക്ഷമതയാണ് നമ്മുടെ ശരീരത്തിന് അല്ലേ? പ്രസവം അടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ തോന്നും എനിക്കിനി വയ്യ. ഇത് കേട്ട് പേടിക്കേണ്ട. ഈ ഒരു തോന്നൽ വരുന്നത് വളരെ സാധാരണമാണ്. ഇതിനെ ട്രാൻസിഷൻ ബ്ലൂസ് എന്ന് പറയും. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, മിക്ക അമ്മമാരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോവാറുണ്ട്. ആ നിമിഷം നിങ്ങൾ പരാജയപ്പെടുകയാണെന്ന് കരുതരുത്. സത്യത്തിൽ അതൊരു നല്ല സൂചനയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതൊരു അഡ്രിനാലിൻ കുതിച്ചുചാട്ടമാണ്. നമ്മുടെ ശരീരം പുഷിംഗ് ഘട്ടത്തിനായി തയ്യാറെടുക്കുന്നതിന്റെ സൂചന. കുഞ്ഞ് എത്താറായി എന്നതിന്റെ വ്യക്തമായ സിഗ്നലാണത്. സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ന്യൂസ്. ശരി, ഈ തീവ്രതയൊക്കെയുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടും? അതിനായി നമുക്ക് കൃത്യമായ പ്രായോഗികമായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. അടുത്തതായി നമുക്ക് അത് നോക്കാം. നമ്മുടെ ഈ ആക്ഷൻ പ്ലാനിൽ 4 കാര്യങ്ങളാണുള്ളത്: എപ്പിഡ്യൂറൽ വിൻഡോ, ബ്ലാഡർ റൂൾ, ഹൈഡ്രേഷൻ പ്രോട്ടോകോൾ, പിന്നെ ചലനം. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ലേബർ അനുഭവം ഒരു പരിധിവരെ സുഗമമാക്കാം. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും ഒന്ന് വിശദമായി നോക്കിയാലോ? ഓക്കെ, ആദ്യത്തെ പോയിന്റ്, എപ്പിഡ്യൂറൽ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെടുക്കാൻ ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട്. അത് 6 മുതൽ 8 സെന്റിമീറ്റർ വരെ ഗർഭാശയമുഖം വികസിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സമയത്താണ് നിങ്ങൾക്ക് വേദന സഹിച്ചുകൊണ്ട് തന്നെ അനങ്ങാതിരിക്കാൻ പറ്റുക. അത് ആ പ്രൊസീജിയർ ചെയ്യുന്ന അനസ്തേഷ്യോളജിസ്റ്റിനും എളുപ്പമാകും. രണ്ടാമത്തെ കാര്യം, 2 hour empty bladder rule. എന്താണത്? നിങ്ങളുടെ മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന്റെ തലയ്ക്ക് താഴേക്ക് വരാൻ ഒരു സ്പീഡ് ബ്രേക്കർ പോലെയാവും. പ്രസവത്തിന്റെ പുരോഗതിയെ അത് പതുക്കെയാക്കും. അതുകൊണ്ട് ഓരോ 2 മണിക്കൂറിലും ബാത്റൂമിൽ പോകാൻ മറക്കരുത്. എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നഴ്സിനെ അറിയിച്ചാൽ മതി. അവരൊരു ചെറിയ കത്തീറ്റർ വെച്ച് അത് കാലിയാക്കി തരും. മൂന്നാമത്തെ പോയിന്റ്, ഹൈഡ്രേഷൻ. ലേബർ എന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. ഒരുപാട് ഊർജ്ജം വേണം, ശരീരത്തിൽ വെള്ളം വേണം. പക്ഷേ കട്ടിയായ ഭക്ഷണം, അതായത് പോഹ, ഇഡ്ലി പോലെയൊന്നും ഈ സമയത്ത് കഴിക്കരുത്. കാരണം ലേബർ സമയത്ത് നമ്മുടെ ദഹനം വളരെ പതുക്കെയായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഒരു എമർജൻസി സി-സെക്ഷൻ വേണ്ടി വന്ന് അനസ്തേഷ്യ കൊടുക്കേണ്ടി വന്നാൽ ഈ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മെൻഡൽസൺ സിൻഡ്രോം എന്നറിയപ്പെടുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അതുകൊണ്ട് തെളിഞ്ഞ പാനീയങ്ങൾ മാത്രം, കരിക്കിൻ വെള്ളം, ORS, തെളിഞ്ഞ ആപ്പിൾ ജ്യൂസ്, ഇതൊക്കെ നല്ലതാണ്. നാലാമത്തെ കാര്യം, ചലനവും ശ്വാസോച്ഛ്വാസവും. ബെഡിൽ അനങ്ങാതെ കിടക്കരുത്. ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നത് കുഞ്ഞിന് പരമാവധി ഓക്സിജൻ കിട്ടാൻ സഹായിക്കും. പിന്നെ പെൽവിക് റോക്കിംഗ്, അതായത് ഇടുപ്പ് മെല്ലെ ചലിപ്പിക്കുന്നത് കുഞ്ഞിന് താഴേക്കിറങ്ങി വരാൻ വളരെ സഹായകമാണ്. ശ്വാസമെടുക്കുന്നതിനും കാര്യമുണ്ട്. സാവധാനം ആഴത്തിൽ ശ്വാസമെടുത്തിട്ട് ഒരു മെഴുകുതിരി ഊതുന്നത് പോലെ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങൾക്കും കുഞ്ഞിനും ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞു. ഇനിയുള്ള ഭാഗത്ത് നമുക്ക് ചില തെറ്റിദ്ധാരണകളെ മാറ്റാം. നമ്മുടെ നാട്ടിൽ പ്രസവത്തെപ്പറ്റി കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് മിഥ്യാധാരണ, എന്താണ് യാഥാർത്ഥ്യം എന്നറിയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. കേട്ടിട്ടുണ്ടാവുമല്ലേ, പ്രസവം എളുപ്പമാവാൻ നെയ്യോ ആവണക്കെണ്ണയോ ഒക്കെ കുടിക്കണമെന്ന്? ഇത് തെറ്റാണ്, മാത്രമല്ല അപകടകരവുമാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കുടിക്കുന്ന നെയ്യ് നിങ്ങളുടെ ദഹനവ്യവസ്ഥയിലേക്കാണ് പോകുന്നത്, ജനന കനാലിലേക്കല്ല. ആവണക്കെണ്ണ കുടിച്ചാൽ വയറിളക്കമുണ്ടാകും, ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടും, അത് കുഞ്ഞിന് വരെ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ കുറേ പേരുടെ ഭയമാണ് ഗർഭാശയമുഖം വികസിക്കുന്നത് പതുക്കെയായാൽ ഉടനെ സി-സെക്ഷനിലേക്ക് പോകുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു പാർട്ടോഗ്രാം എന്നൊരു ചാർട്ടുണ്ട്. അതിൽ ഡോക്ടർമാർ നിങ്ങളുടെ പുരോഗതി സമയത്തിനനുസരിച്ച് രേഖപ്പെടുത്തും. പതുക്കെയാവുകയാണെങ്കിൽ എന്താണ് കാരണമെന്നവർ നോക്കും. വെള്ളം കുറഞ്ഞതാണോ, മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുകയാണോ, ഇങ്ങനത്തെ പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങളാണോ എന്നാണ് ആദ്യം പരിശോധിക്കുക. എല്ലാം ഒരു ഓട്ടോമാറ്റിക് സി-സെക്ഷൻ അല്ല. ഓക്കെ, അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അപായ സൂചനകൾ. എന്തൊക്കെ അപായ സൂചനകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയുന്നത് നിങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ കാണണം.
ഇനി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആശുപത്രി ജീവനക്കാരെ അറിയിക്കണം. ഈ ലിസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. പോകുന്ന വെള്ളത്തിന് പച്ച നിറം അല്ലെങ്കിൽ തവിട്ട് നിറമുണ്ടെങ്കിൽ അതിനെ മെക്കോണിയം എന്നാണ് പറയുന്നത്. സങ്കോചം 2 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, കടും ചുവപ്പ് നിറത്തിൽ രക്തസ്രാവമുണ്ടായാൽ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സങ്കോചങ്ങളുടെ ഇടവേളകളിൽ കുഞ്ഞിന് അനക്കമില്ലെന്ന് തോന്നുകയാണെങ്കിൽ 1 നിമിഷം പോലും വൈകാതെ അറിയിക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഓരോ സങ്കോചവും ഒരു വേദനയുടെ തിരയല്ല, മറിച്ച് അത് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു പുരോഗതിയുടെ തിരയാണ്. ഈ ഒരു പോസിറ്റീവ് മനോഭാവം ഈ അനുഭവത്തിന് ഒരു മുതൽക്കൂട്ടാകും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്ലാനുണ്ട്. ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസവ പ്രക്രിയയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓർമ്മിക്കുക, അറിവാണ് ഏറ്റവും വലിയ ശക്തി. ഈ അറിവ് വെച്ച് നിങ്ങളുടെ ഈ അനുഭവത്തെ ധൈര്യത്തോടെ ശാന്തമായി നേരിടാൻ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ആശംസിക്കുന്നു.